ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിക്കുന്നു. ആവശ്യമുള്ള സാധനങ്ങൾ വരുന്നില്ല. ഞാൻ 2024 ജനുവരിയിൽ നിയമസഭയിൽ കൊണ്ടുവന്നു. ഈ മാർച്ചിൽ 2025 മാർച്ചിൽ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചും ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ അഭാവത്തെക്കുറിച്ചും നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു. മന്ത്രി വളരെ നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ റിപ്പോർട്ട് തേടുമെന്ന്. അവർ ആരോഗ്യമന്ത്രിയായതിനു ശേഷം അവർ റിപ്പോർട്ട് തേടും എന്ന് പറഞ്ഞ കേസുകൾ നിങ്ങളൊന്ന് എണ്ണണം. ഇതെല്ലാം കൂടി എടുത്തൊന്ന് കമ്പൈൽ ചെയ്താൽ നിരവധി വോള്യങ്ങൾ വേണ്ടി വരും. നിരവധി വോള്യങ്ങൾ. ഇവർ റിപ്പോർട്ട് തേടാൻ പോയ കാര്യങ്ങൾ മാത്രം കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ റിപ്പോർട്ട് തേടിയ കാര്യങ്ങൾ, ഈ റിപ്പോർട്ട് കിട്ടിയിട്ടെങ്കിൽ ആ റിപ്പോർട്ടെല്ലാം എടുത്തു വെച്ച് കമ്പൈൽ ചെയ്താൽ നിരവധി വോള്യങ്ങളാവും. ഇത് സ്ഥിരം മറുപടിയാണ്. എന്നിട്ട് എന്താണ് 10 കൊല്ലം മുമ്പ് 2010 എത്ര പേഷ്യൻസ് ഉണ്ടായിരുന്നു ആശുപത്രിയിൽ, ഇപ്പോൾ എത്ര പേഷ്യൻസ് കൂടി എന്ന് ചോദിക്കുക. കാലം കൂടുന്തോറും സ്വകാര്യ ആശുപത്രികളിലെ ചിലവ് വർദ്ധിക്കുന്തോറും ആളുകൾ സർക്കാർ ആശുപത്രിയെ ചെയ്യും. ഞാൻ MLA ആയി 2001 വരുമ്പോൾ ഇവിടെ 300 പേഷ്യൻസ് ഉണ്ടായിരുന്നത് എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ. 300 പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1800-നും 2000-ത്തിലധികം പേഷ്യൻസ് ഉണ്ട്. സർക്കാർ ആശുപത്രിയെ ആളുകൾ ആശ്രയിക്കുകയാണ്. അപ്പോഴാണ് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, ഉപകരണങ്ങളില്ല. ഇപ്പോൾ കണ്ണാശുപത്രിയിൽ 10 ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് കണ്ണൂർ ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് വന്നില്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്രയോ സാധനങ്ങളില്ല. എൻ്റെ ഒരു സ്നേഹിതൻ സർജറി കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മരിച്ചുപോയി. സർജറി നടത്താൻ സമയത്ത് സർജറിക്കുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യൻ്റ് മേടിച്ചുകൊണ്ട് വേണ്ടി വന്നു. ഞാനൊരു പാർട്ടി പ്രവർത്തകൻ. ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് സർജറിക്കുള്ള അത് കഴിഞ്ഞ് തുന്നാനുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യൻ്റ് മേടിച്ചുകൊണ്ട് വരേണ്ട സ്ഥിതിയിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് തകർത്തിരിക്കുകയാണ്. വളരെ ഗൗരവതരമാണ്. ഇവർ PR ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രൊപ്പഗാൻഡയും നറേറ്റീവുമല്ല യഥാർത്ഥ ആരോഗ്യ കേരളം. യഥാർത്ഥ ആരോഗ്യ കേരളത്തിൻ്റെ സിസ്റ്റം മുഴുവൻ തകർന്നുപോയി.